ഫോട്ടോ ചെയ്തു തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എൻ്റെ ഇഷ്ടം ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. നമ്മുടെ ഉമ്മി സ്റ്റിച്ച് ചെയ്തതാണ് ഇത് രണ്ടും. അങ്ങനെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഷലും വന്നിട്ടുണ്ട്. ഇഷലിന്റെ ഹെയർ എടുക്കുന്ന നല്ല രസമല്ലേ? നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സെയിം ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ മാത്രം എടുത്താൽ പോരല്ലോ, എന്തെങ്കിലും കഴിക്കാനൊക്കെ പോവാലോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് വീണ്ടും കൊടകരയിലുള്ള ഹയ കഫേലാണ്. അങ്ങനെ നമ്മുടെ കാര്യമായിട്ടുള്ള ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇലക്ഷൻ ഡേ ആയിരുന്നു, എല്ലാവർക്കും ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. വെല്ല ഷേക്ക് ആൻഡ് നാഷ്വിൽ ബർഗർ ഇതായിരുന്നു നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ബർഗർ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇന്നേ വരെ കഴിച്ച ബർഗറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബർഗർ എന്ന് പറയാട്ടോ. സ്റ്റഫ് ചെയ്തേക്കുന്ന ചിക്കൻ പാറ്റി ഉണ്ടല്ലോ നല്ല ക്രഞ്ചി ആയിരുന്നു. പിന്നെ ആണെങ്കിൽ ഇവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ സ്പൈസി ക്രീമി സോസ് ആയിരുന്നു ഗൈസ്. അതായിരുന്നു ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഈ ബർഗർ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഐ ആം ഷുവർ ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യട്ടോ. ഈ ബർഗർ നിങ്ങൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അത്യാവശ്യം നല്ല സ്പൈസി ആണ് കേട്ടോ സംഭവം. ഇഷലാണെങ്കിൽ ഈ മാഷ്മെല്ലോ സെറ്റ് ഇരിക്കുന്ന കണ്ടപ്പോൾ അതിൽ നിന്ന് വേണം. വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ അത് പൊളിക്കാനുള്ള പരിപാടിയൊക്കെ പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ.